ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 4-ാം അധ്യായം 1 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. കോഹാത്യരുടെ കടമകൾ. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കോഹാത്യരുടെ കണക്കെടുക്കുക. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത്. സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കോഹാത്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ്. സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്തു പ്രവേശിച്ച് തിരശ്ശീല അഴിച്ച് അതുകൊണ്ട് സാക്ഷിപ്പേടകം മൂടണം. അതിനു മീതെ ആട്ടിൻതോൽ കൊണ്ടുള്ള ആവരണവും നീല നിറത്തിലുള്ള മറ്റൊരാവരണവും ഇടണം. പേടകം വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. സന്നിധാന മേശയിൽ നീലത്തുണി വിരിച്ച് താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയബലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വയ്ക്കണം. ദിനം തോറും സമർപ്പിക്കുന്ന അപ്പവും അതിന്മേൽ ഉണ്ടായിരിക്കണം. അവയുടെ മേൽ ചെമ്മന്ന തുണി വിരിച്ച് ആട്ടിൻതോല് പൊതിയണം. മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. നീലത്തുണി കൊണ്ട് വിളക്കുകൾ, തിരി മുറിക്കാനുള്ള കത്രികകൾ, തട്ടങ്ങൾ, എണ്ണപാത്രങ്ങൾ ഇവ മൂടണം. അതിൻ്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം. സുവർണ ബലിപീഠത്തിന്മേൽ നീലത്തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീലത്തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂടിൽ സ്ഥാപിക്കണം. ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചെമ്മന്ന തുണി വിരിക്കണം. ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നികലശങ്ങൾ, മുൾക്കരണ്ടികൾ, കോരികകൾ, തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വയ്ക്കണം. അതിന്മുകളിൽ ആട്ടിൻതോൽ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. അഹ്റോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞു കഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി കോഹാത്യർ വരണം. എന്നാൽ അവർ വിശുദ്ധ സ്ഥലങ്ങളെ സ്പർശിക്കരുത്. സ്പർശിച്ചാൽ മരിക്കും. ഇവയെല്ലാമാണ് കോഹാത്യർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ. പുരോഹിതനായ അഹ്റോൻ്റെ മകൻ എലയാസർ ദീപത്തിനു വേണ്ടി എണ്ണ, സുഗന്ധധൂപം, അനുദിന ധാന്യബലിക്കുള്ള സാധനങ്ങൾ, അഭിഷേക തൈലം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം. കൂടാരത്തിൻ്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, കോഹാത്യ കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാക്കരുത്. അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹ്റോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം. എന്നാൽ അവർ അകത്ത് കടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത്. നോക്കിയാൽ അവർ മരിക്കും. ഗർശോന്യരുടെ കടമകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, കുലവും കുടുംബമനുസരിച്ച് ഗർശോന്യരുടെ കണക്കെടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണമെടുക്കുക. ഗർശോന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിലുമുള്ള പങ്ക് ഇതാണ്. കൂടാരവിരികൾ, സമാഗമ കൂടാരം, അതിൻ്റെ ആവരണം, കൂടാര വാതിലിൻ്റെ തിരശ്ശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ, അങ്കണ കവാടത്തിലെ യവനിക, അവയുടെ ചരടുകൾ, അവയുടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം. ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം. ഭാരം വഹിക്കലും ഇതര സേവനങ്ങളുമടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും ഗർശോന്യർ അഹ്റോൻ്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർശോന്യർ ചെയ്യേണ്ട ജോലികൾ. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി. മെരാരിയുടെ കടമകൾ. കുലവും കുടുംബവും അനുസരിച്ച് മെരാരിയുടെ എണ്ണമെടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശുശ്രൂഷ ശേഷിയുമുള്ളവരുടെ എണ്ണമെടുക്കുക.
സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ്: കൂടാരത്തിലെ ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കൊളുത്തുകൾ, ചരടുകൾ, ഇവയോടനുബന്ധിച്ചുള്ള മറ്റു സാമഗ്രികൾ. അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം. ഇവയെല്ലാമാണ് മെരാറി പുരോഹിതനായ അഹരോൻ്റെ മകൻ ഇത്താമറിൻ്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ. ലേവ്യരുടെ എണ്ണം. സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ 30 മുതൽ 50 വരെ വയസ്സും സേവനശേഷിയുമുള്ള കൊഹാത്യരെ കുലവും കുടുംബവും അനുസരിച്ച് മോശയും അഹരോനും സമൂഹ നേതാക്കളും കൂടി എണ്ണി തിട്ടപ്പെടുത്തി. കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം 2750 ആയിരുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹരോനും കൂടി കൊഹാത്തി കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഗർശോന്യരുടെ എണ്ണം അവരുടെ കുലവും കുടുംബമനുസരിച്ച് 2630 ആയിരുന്നു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശയും അഹരോനും കൂടി ഗർശോൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവർ മെരാരിയുടെ എണ്ണം അവരുടെ കുടുംബമനുസരിച്ച് 3200 ആയിരുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹരോനും കൂടി എണ്ണി തിട്ടപ്പെടുത്തിയതാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുമുള്ള ലേവ്യരെ മോശയും അഹരോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ 8580 പേരുണ്ടായിരുന്നു. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു. സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 5-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധരെ അകറ്റുക. കർത്താവ് മോശയോട് അരുളി ചെയ്തു: കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും മൃതശരീരം തൊട്ട് അശുദ്ധരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക. ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീയായാലും പുരുഷനായാലും പുറത്താക്കണം. ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. നഷ്ടപരിഹാരം. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യസഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയണം. മുഴുവൻ മുതലും അതിൻ്റെ 5-1 കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം. അത് പുരോഹിതനുള്ളതായിരിക്കും. അവനു വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമെയാണിത്. ഇസ്രായേൽ ജനം പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും. ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും. പുരോഹിതന് ഏൽപ്പിക്കുന്നതെന്തും അവനുള്ളതാണ്. ഭാര്യയെ സംശയിച്ചാൽ. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ഇസ്രായേൽ ജനത്തോട് പറയുക, ഒരാളോട് ഭാര്യ വഴിപിഴച്ച് അവിശ്വസ്തയായി പ്രവർത്തിക്കുകയും അന്യപുരുഷൻ അവളോടൊത്ത് ശയിക്കുകയും അത് ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കുകയും അവൾ അശുദ്ധിയെങ്കിലും പ്രവൃത്തി മധ്യേ പിടിക്കപ്പെടാത്തതിനാൽ എതിർസാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തെന്നു വരാം. ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധിയായ ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധിയല്ലെങ്കിലും അസൂയ പൂണ്ട് സംശയിക്കുകയോ ചെയ്തെന്നു വരാം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതൻ്റെ മുമ്പിൽ ഹാജരാക്കണം. അവൾക്ക് വേണ്ടി കാഴ്ചയായി 10-1 എഫ ബാർലിമാവും കൊണ്ടുവരണം. അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ കുന്തുരുക്കം ഇടുകയോ അരുത്. കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യബലിയാണ്, സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി. പുരോഹിതൻ അവളെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തണം. ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലമെടുത്ത് കൂടാരത്തിൻ്റെ തറയിൽ നിന്ന് കുറച്ചു പൊടി അതിലിടണം. പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാര ശങ്കയുടെ ധാന്യബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വയ്ക്കണം. ശാപം വരുത്തുന്ന കയ്പ് നീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം. അനന്തരം അവളെ കൊണ്ട് സത്യം ചെയ്യിക്കണം.
സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം: ഭർത്താവിന് അധീനയായിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധിയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കൈപ്പുനീര് നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ. എന്നാൽ നീ ഭർത്താവിൻ്റെ കീഴിലായിരിക്കെ ദുശ്ചരിതയായി നിന്നെ തന്നെ അശുദ്ധനാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അര ശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവും ശാപജാപകവും ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം. ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ് വെള്ളത്തിലേക്ക് കഴുകി കളയണം. ശാപം വമിക്കുന്ന ആ കയ്പ് നീര് അവളെ കുടിപ്പിക്കണം. അത് ഉള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാര ശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാഞ്ജനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടിയെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെ കൊണ്ട് കയ്പുനീർ കുടിപ്പിക്കുകയും വേണം. അവൾ അശുദ്ധിയായി ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളിൽ കടന്ന് കടുത്ത വേദന ഉളവാക്കുകയും മഹോദരം വന്ന് അരശോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവായി തീരുകയും ചെയ്യും. എന്നാൽ അശുദ്ധിയാകാതെ നിർമ്മലയാണ് എങ്കിൽ അവൾക്ക് ശാപമേൽക്കുകയില്ല, വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല. പാതിവ്രതശങ്കിയുണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത്. ഭർത്താവിന് അധീനയായി ഇരിക്കെ ഭാര്യ വഴിപിഴച്ച് സ്വയം അശുദ്ധിയാകുകയോ ഭർത്താവ് ശങ്കാധീനയായി ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിന് മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം. പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും. സ്ത്രീ തൻ്റെ അകൃത്യത്തിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.